കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെക്കാം എന്ന മുദ്രാവാക്യമുയർത്തി വാക്കത്തോൺ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VJ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം സമുചിതമായി ആചരിക്കുക എന്നല്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞൊരു ദിനം എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു ദിനാചരണം ഇന്ന് ആദ്യമായിട്ടാണ് ചെയ്തത്. BJP അധികാരത്തിൽ വന്നിട്ടിപ്പോൾ 2 കൂടെ കഴിഞ്ഞു. അത് 10 വർഷം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകും. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് പോലും ഈ ഭീതി ദിനമില്ല. ആഗസ്റ്റ് 1-ാം തീയതി ഇന്ത്യയിൽ ഭീതി ദിനം ആചരിക്കുന്നതായിട്ടുള്ള ഒരു ആഘോഷ പരിപാടി ഇതിനെ കേട്ടുകേൾവിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ വലിപ്പം അത് ആർക്കെങ്കിലും അവകാശപ്പെട്ടതാണെങ്കിൽ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ തലേ ദിവസം ശരിയാണ് ഇന്ത്യയിൽ ഒരു വിഭജനമുണ്ടാകും. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ 2ആയി വിഭജിച്ച് 2 രാജ്യങ്ങളായി രൂപാന്തരപ്പെട്ടു. അതിന് കാരണം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജന്മമെടുത്ത് പോരാട്ടം നടത്തിയ കോൺഗ്രസ് അല്ല, അതിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയല്ല. മഹാത്മാഗാന്ധിയെല്ലാം ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവല്ല, ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവല്ല. അന്ന് സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരാൾ പോലും അതിന് അവർ പങ്കുവഹിച്ചിട്ടില്ല. അത് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാർ തന്നെയാണ്. നൂറ്റാണ്ടുകൾ ഇന്ത്യ അടക്കി പിടിച്ച ബ്രിട്ടീഷുകാർ നമ്മൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ട സമരങ്ങൾക്കൊടുവിൽ നീണ്ട 62 വർഷക്കാലം അവർ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. പക്ഷേ സമരം അടിച്ചുറക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ആളുകളെ തല്ലി ഒതുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളെ ജയിലിലടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമരത്തിന്റെ വീര്യം കുറഞ്ഞിട്ട് സമരം ഒന്നുകൊന്ന് വർദ്ധിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന പോലെയുള്ള പോരാട്ടങ്ങൾക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും അതിൻ്റെ മറ്റ് നേതാക്കന്മാരും സന്നദ്ധപരന്മാരും എല്ലാവരും സ്വാതന്ത്ര്യം നേടുന്നതിൽ പറഞ്ഞ് ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മൾ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ എന്തവകാശം? അവർക്ക് അവകാശമില്ല എന്നവർക്കറിയാം. കാരണം അവർ വലിയ പങ്ക് ഇക്കാര്യത്തിലില്ല. അവർ സ്വാതന്ത്ര്യം. AICC അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, DCC നിർവാഹക സമിതി അംഗം വിൽസൺ K. ജോൺ, പിറവം ബ്ലോക്ക് പ്രസിഡന്റ് PC ജോസ്, UDF കൂത്താട്ടുകുളം ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ, CA തങ്കച്ചൻ, ബേബി കീരാന്തളം, PC ഭാസ്കരൻ, സിബി കൊട്ടാരം, ബോബൻ വർഗീസ്, ബേബി തോമസ്, സജി പനയാരംപിള്ളിൽ, ജിജോ T. ബേബി, റോയ് ഇരട്ടയാനി, ലീല കുര്യാക്കോസ്, ലിസി ജോസ്, മരിയ ഗൊരോത്തി, സാറ TS, ഷാജി KC, ജോമി മാത്യു, മർക്കോസ് ഒലഹന്നാൻ, തോമസ് ജോൺ, KN അനിയപ്പൻ, സാബു മേച്ചേരി, സിജു ഏലിയാസ്, KN മാത്യു, ജിനീഷ് വൻനിലം, കാർത്തിക് AJ, വിശ്വനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനം ആഘോഷം നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന, ഇവിടെ ഈ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന മദ്യവും മയക്കുമരുന്ന് ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും കടപ്പാടും ഏറ്റെടുത്തുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ഈ ലഹരിയിൽ നിന്ന് മോചനത്തിനായി, സ്വാതന്ത്ര്യത്തിനായി നടത്തിയ റാലിയിൽ പങ്കെടുത്ത എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യാൻ മാത്രം ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ആദരണീയനായ AICC അംഗം ജെയ്സൺ ഇവിടെ ഉദ്ഘാടനം ചെയ്ത, ഇവിടെ പ്രകാശനം ചെയ്ത കുറ്റപത്രം നമുക്കറിയാം. ഈ മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥത കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് ഒരു 10 പതിറ്റാണ്ട് മുനിസിപ്പാലിറ്റിയുടെ വികസനം പുറകോട്ടടിച്ച ഇടതുപക്ഷമെന്ന കാപാലിക പക്ഷത്തിന്റെ നിറവുകേടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ഭവനവും സന്ദർശിച്ച് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന
ഇത് കുറ്റപത്രം അതുമായി ഭവന സന്ദർശനത്തിനായി തീരുമാനമെടുത്തിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രിയപ്പെട്ട ഭാരവാഹികളുടെയും ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ